ഹലോ, ഞാൻ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വന്നതാണ്. പറഞ്ഞാൽ ഒരൊറ്റ സി വിയിൽ നമ്മൾ നമ്മുടെ സ്കിൽസും കാര്യങ്ങളും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എല്ലാം വെച്ചിട്ട് നമ്മളൊരു ജോബിന് അപ്ലൈ ചെയ്ത് എല്ലാ ജോബിനും അതേ സി വി സർക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും റിജക്ഷൻസ് മാത്രമേ ഇവിടെ കിട്ടത്തുള്ളൂ. നമ്മൾ ഓരോ ജോബ് റോളിലും ഓരോ റിക്വയർമെൻറ്റ്സ് ആയിരിക്കും, അതനുസരിച്ചുള്ള കീവേഡ്സ് എല്ലാം അതിൻ്റെ റിക്വയർമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് നമ്മുടെ സി വിയിലും ഉണ്ടെങ്കിൽ മാത്രമേ ATS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് ഇത് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ റിക്രൂട്ടേഴ്സിൻ്റെ HR കയ്യിലൊന്നും കിട്ടുന്നുണ്ടാവില്ല നമ്മുടെ സി വി. ഇത്ര റിജക്ഷൻസ് കിട്ടുന്നു എന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ല. ചിലതിന് ഒരു റിപ്ലൈയും ഉണ്ടാവില്ല, പക്ഷേ അത് 2 monthsനൊക്കെ ശേഷമായിരിക്കും നമ്മൾ റിപ്ലൈ വരുന്നത്. നമ്മുടെ ഭാഗത്തുനിന്ന് മാക്സിമം നോക്കുക എന്നുള്ളതാണ്. എന്തായാലും 2 monthsനുള്ളിൽ നമുക്ക് ജോബ് കിട്ടും എന്ന് തന്നെയാണ് ജോബ് ഇതുവരെ കിട്ടിയവരൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് പറയാനുള്ളത്. അപ്പോൾ ATS സോഫ്റ്റ്വെയർ നമ്മുടെ സി വി അനലൈസ് ചെയ്യുന്നുണ്ട്. സോ എല്ലാം കൃത്യമായിട്ട് ചേഞ്ച് ചെയ്ത് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക്